സൂപ്പർ പടം കിട്ടും, ഒന്നും പറയാല്ല. ടെക്നിക്കലി അടിപൊളി പടം, ഗംഭീര പടം, തകർത്തു. സൗബിനും ബാസിയും തകർത്തു. ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമ്മള് ട്രെയിലറിൽ കാണുന്ന സീനൊന്നുമില്ല. ട്രെയിലറിൽ നമ്മളെ പറ്റിച്ചാണ്. അതിനേക്കാളും അതിഭീകരമാണ് പടം കേട്ടോ, അതിഭീകരം. പെർഫോമൻസ് ബാസി, സൗബിൻ എല്ലാവരും ഒന്നിനൊന്നിനും വെച്ച് എല്ലാവരും തകർത്ത പടം. 5 ആണെങ്കിൽ ഒരു 4.5 കൊടുക്കും കേട്ടോ. പടം അടിപൊളിയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. നമ്മൾ പല ഇമോഷൻസിലൂടെ കടന്നു പോകും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ പോയി കലക്കി. നമ്മൾ ആകെ 2.5 മണിക്കൂറേ ഫിലിമുള്ളൂ. പക്ഷെ നമ്മൾ പല സമയത്ത് ഇത് പേടിപ്പിക്കും, ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് കാണിക്കും. പല ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്നൊരു ഫിലിമാണ്. ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, നല്ലപോലെ ഇമോഷനൊക്കെ കണക്റ്റ് ആവും. ചില സമയത്ത് കരഞ്ഞുപോയി. അങ്ങനത്തെ നല്ലപോലെ കണക്റ്റ് ആവുന്നൊരു ഫിലിമാണ്. ബാസിയും സൗബിനാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കി അവർ ബോയ്സ് ആയിട്ടുള്ള 11 പേരുണ്ട്. അവരുടെ ഗ്യാങ്ങിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 5-ൽ 5 തന്നെ കൊടുക്കും ചിലപ്പോൾ. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കുട്ടേട്ടൻ അടിപൊളിയാണ്. സൗബിനും ശ്രീനാഥ് അടിപൊളിയായിട്ട്, സലീം കുമാറിന്റെ മോനെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ലെവല്. മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീനാഥ് ബാസി ഗംഭീരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജീവിത യാത്രയിൽ സംഭവിച്ചു പോകുന്ന രസകരമായ സംഭവങ്ങൾ അത് ഇമോഷണലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പേടിയായി ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് കഠിനമായിട്ടുള്ളൊരു ഗുഹയിലേക്ക് അകപ്പെട്ടു പോവുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം കാണിക്കുന്ന മികച്ചൊരു സിനിമയാണ്. നമ്മുടെ ലാൽ ജൂനിയറൊക്കെ മികച്ചായിട്ട് അഭിനയിച്ചു. സൗബിൻ സാഹിറൊക്കെ തകർത്തു. അപ്പോൾ ഇത് ഒരു ബാസി തകർത്തു. ഗംഭീരമാണ്. ഇമോഷണലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹാർട്ട് ടച്ചിങ് സിനിമയാണ്. പിന്നെ അഭിറാമേട്ടനെ കലക്കി, പിന്നെ ഗണപതി ചേട്ടൻ ആറാടിയപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. 5-ൽ 4. നമ്മുടെ ബാസിക്ക് പൊളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബ്ലോക്ക്ബസ്റ്ററാണല്ലേ? പടം വിറ്റാണ്. സൂപ്പർ പടം കിട്ടും, ഒന്നും പറയാല്ല. എല്ലാവരും അടിപൊളി. ശരിക്കും പേടിയാവും. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പടം എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ തന്നെ. അടിപൊളിയാണ്. ഗോ വാച്ച് മഞ്ഞുമൽ ബോയ്സ്. ബാസി അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിരുന്നു. മൊത്തത്തോടെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ ചന്ദൂരെ പ്രതീക്ഷിച്ച് പോയാൽ ചന്ത അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് നല്ലതാണ്. ക്ലൈമാക്സ് അത് ഗുണമുണ്ട്. സൗബിൻ്റെ അഭിനയം നല്ലതാണ്. മറ്റേ ബാലു വർഗീസിൻ്റെ അഭിനയം അവിടെ ഓവറായി തോന്നും. സെക്കൻഡ് ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമാക്സാണ്. അല്ലെങ്കിൽ ഒന്നും ഗുണമില്ല. ക്ലൈമാക്സ് നല്ലതാണ്, അത് മാത്രമേ ഉള്ളൂ. നല്ല പറയാണ് ക്ലൈമാക്സും. പിന്നെ സൗബിൻ്റെ അഭിനയം നല്ലതാണ്. വേറെ ആരുടെ അഭിനയം ശരിയായില്ല. ബാസിയാ ബാസിയും സൗബിനും കുഴപ്പമില്ല. എൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. ബാസിയും സൗബിനാണ് എൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കലും ആവില്ല. ബ്രഹ്മയുഗത്തിൻ്റെ 7 എത്തില്ല. ബ്രഹ്മയുഗത്തിന് യാതൊരു പ്രശ്നമില്ല. ബ്രഹ്മയുഗം എക്സ്പീരിയൻസ് മൂവിയാണ്. ബ്രഹ്മയുഗം ഈ ചൈത്രാർത്ഥ തുടരും. ഇതൊരു ബേസിസ് ഒന്നും അയക്കില്ല.